വൈ ശോഭ? വൈ ശോഭ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ത്യസ് കംപ്ലീറ്റ്ലി ബാക്ക്വേർഡ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ദോലെ ഡെവലപ്പർ ആ ഒരു ആസ്പെക്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് വി ഡെലിവർ, ഒരു കസ്റ്റമറിന് എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈൻ്റെ ഒപ്പം കൂടി വാട്ട് ആർ ദ ഗെറ്റിംഗ് ഫ്രം ശോഭ. ഒരു കസ്റ്റമേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും വാട്ട് മേക്സ് ശോഭ ഡിഫറെൻറ്റ് ഫ്രം ദ കോമ്പറ്റീഷൻ. കസ്റ്റമേഴ്സ് വളരെ ക്ലിയർ ആണ് അവരുടെ ഡെസിഷൻ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് ആസ് എ ബിൽഡർ, ആസ് എ റെസ്പോൺസിബിൾ സെയിൽസ് പേഴ്സൺ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഒരു പ്രോപ്പർ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സിലേക്ക് നമ്മുടെ യൂണിറ്റ്സ് ഉണ്ടോ അതിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 1456 ചെക്ക് പോയിൻറ്റ്സ് ചെയ്തിട്ടാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പക്ഷേ ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് അവർ സെയിൽസ് സ്റ്റാഫ് ഒരു പ്രോപ്പറായിട്ടൊരു ഇൻട്രാക്ഷൻസും നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബ്രാൻഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് താഴെപ്പോകും. ഒരു ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ബിൽഡർ ഒരു കസ്റ്റമറിന് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ശോഭ. നമസ്കാരം, നെറ്റ്വർക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി റിയൽ എസ്റ്റേറ്റ് സെയിൽസ് രംഗത്തെ ഒരു പുലിയാണ്. ഏകദേശം 23 വർഷത്തോളം സെയിൽസ് രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം ഇപ്പം ശോഭയുടെ അസോസിയേറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എറണാകുളവും കോഴിക്കോട് ഡിവിഷൻ്റെയും സെയിൽസ് ഹെഡാണ്. ബിജോയ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷിൻഡോ, വെൽക്കം ടു ശോഭ. ബിജോയ്, ഇപ്പം റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പം രണ്ടുപേരും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള വ്യക്തികളായതുകൊണ്ട് കൂടുതൽ ഡിസ്കഷൻ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചായിരിക്കും വരുന്നത്. എങ്കിലും ഞാൻ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ബിജോയ്, എനിക്കറിയാം എങ്കിലും നമ്മുടെ ഷോയിലുള്ള ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടി, ബിജോയ് ശരിക്കും പറഞ്ഞാൽ ഏത് നാട്ടുകാരനാണ്? ഞാൻ ബേസിക്കലി കോട്ടയംകാരനാണ്. പാലയാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ കാക്കനാട് ആണ് താമസിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത്. വിത്ത് ഫാമിലി കാക്കനാട് ഞാൻ സെറ്റിൽഡാണ്. ഈ 23 വർഷം എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഈ 23 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്തായിരുന്നോ അതോ വേറെ ഏതൊക്കെ ഫീൽഡിലായിരുന്നു റിയൽ എസ്റ്റേറ്റ് എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്? ഞാൻ എൻ്റെ ബൾക്ക് ഓഫ് മൈ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ഫിനാൻഷ്യൽ സെക്ടറിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15-16 ഇയേഴ്സ് ഞാൻ ഫിനാൻഷ്യൽ സെക്ടറിലായിരുന്നു. അതിലും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് സെഗ്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് വന്നത്. ഇപ്പോൾ ശോഭയിലായിട്ട് 7 ഇയേഴ്സ്. ഇൻഫാക്ട് ശോഭയാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ് തുടങ്ങിയതും ഗെയിൻ ചെയ്തതും എക്സ്പോഷർ ലഭിച്ചതെല്ലാം ശോഭ ലിമിറ്റഡിൽ നിന്നാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഗെയിൻ ചെയ്തത്. ഈ ഫിനാൻസ് രംഗത്ത് നിന്ന് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ മനസ്സിലാവും. കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചയുള്ളത് റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഫിനാൻസിൽ നിന്ന് പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്ത്? അതുകൊണ്ട് പിന്നെ ഞാനിതിലേക്ക് താല്പര്യം വന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യൽ ഡിസ്കഷൻസ് വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങൾ വരികയും അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ഇതിൽ താല്പര്യം വന്നതും ഇതിലേക്ക് എൻ്റെ ഒരു കരിയർ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുത്തതും ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് ഞാൻ മാറിയത്. ഈ റിയൽ എസ്റ്റേറ്റ് എത്ര വർഷമായി ശരിക്കും? റിയൽ എസ്റ്റേറ്റ് ഞാൻ 7 ഇയേഴ്സ് കഴിഞ്ഞു. ഒരു 2018 ആണ് ശോഭ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ശോഭയിലാണ് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തത്? അതെ, ശോഭയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ശോഭ തന്നെ 7 വർഷമായിട്ട് ശക്തമായിട്ട് നിൽക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ശോഭ ജോയിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു ബിജോയ്, ഏത് പൊസിഷനായിരുന്നു? ഞാൻ ഇനിഷ്യലി ജോയിൻ ചെയ്ത് ഇവിടെ ഒരു ടീം ലീഡറായിട്ടായിരുന്നു ജോയിൻ ചെയ്ത്. ഐ വാസ് ഹെഡിങ് എ ടീം. അവിടെ നിന്നാണ് പിന്നെ ഓവർ ദി ഇയേഴ്സ് ഐ വാസ് എലിവേറ്റഡ് ആസ് എ ഹെഡ് ഓഫ് സെയിൽസ് ഫോർ കൊച്ചി ആൻഡ് ഗ്രാജുവലി കാലിക്കറ്റ് പോർട്ട്ഫോളിയോ എന്നിലേക്ക് ആഡ് ചെയ്തു. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ബീൻ വിത്ത് ശോഭ. ഈ നോർമലി നമ്മൾ റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ ഈ ഒരു ഞാനൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഏകദേശം ഒരു 20 ഇയേഴ്സ് റിയൽ എസ്റ്റേറ്റിൽ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ വന്ന് പെടുവാണ്. കാരണം എൻ്റെ ബ്രദർ വീട് മേടിച്ചപ്പോഴത്തേന് ആ വീട് നോക്കാൻ പോയിട്ട് പിന്നെ അന്നേരമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഇങ്ങനെ ഒരു വളരെ വലിയൊരു വ്യവസായം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത്. എന്ന് പറയും ബിജോയ്, റിയൽ എസ്റ്റേറ്റ് വരുന്നതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അറിയായിരുന്നോ അതോ വന്നതിന് ശേഷമാണോ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയത്? ഒരു ഫിനാൻഷ്യൽ സെക്ടറിലായിരുന്നതുകൊണ്ട് നമ്മൾ പല സെക്ടേഴ്സ് ട്രാക്ക് ചെയ്യുമ്പം റിയൽ എസ്റ്റേറ്റ് നമ്മൾ തീർച്ചയായിട്ടും ആ സമയത്ത് ആസ് എ സെക്ടർ നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ട്. അതിലെ കമ്പനികളുടെ പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും ഇതിനെക്കുറിച്ച് അറിയപ്പെട്ട് പഠിക്കാനും തുടങ്ങിയത് ഞാൻ എൻ്റെ ഒരു വീട് മേടിക്കുന്നതിന് ബന്ധപ്പെട്ട് വരുന്നതും അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം, ഇതിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്താണ്. വീടിപ്പം എറണാകുളത്ത് എവിടെയാണ്? കാക്കനാടാണ്. കാക്കനാടാണ് താമസിക്കുന്നത്. അല്ല, ഈ അപ്പം ആ ഒരു അപ്രീസിയേഷൻ ഒരു ആസ് എ കസ്റ്റമർ എന്നുള്ള രീതി ഞാൻ ചോദിക്കാം. നോർമലി എപ്പോഴും കസ്റ്റമേഴ്സിന് വരുന്ന ഒരു ഡൗട്ട്, അതായത് റിയൽ എസ്റ്റേറ്റ് വീട് അപ്പാർട്ട്മെൻ്റ് ആണോ വില്ലയാണോ? അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം എനിക്ക് ചോദിക്കാൻ പറ്റിയ
ക്വസ്റ്റ്യൻ വളരെ ആപ്റ്റായിരിക്കും ബിജോയോട്. കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പല കസ്റ്റമേഴ്സും എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് റിയൽ എസ്റ്റേറ്റിൽ അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു അപ്രീസിയേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പം ബിജോയ് ഇപ്പം 7 വർഷമായി മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ 7 വർഷത്തിനുള്ളിൽ ബിജോയുടെ അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റ് മേടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് എന്തായിരിക്കും ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ആ ഒരു എൻ്റെ എക്സാമ്പിളായിട്ടും പറയാം. അതോടൊപ്പം കൂടി ശോഭയായിട്ടുള്ള ഈ റീസെൻ്റ്ലിയുള്ള എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക ഒരു ടൈമിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കീ ആണ്. നമ്മൾ റൈറ്റ് സമയത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രിസിയേഷൻ ഉണ്ടായിരിക്കും. അതൊരു ഇനീഷ്യലി ഒരു പ്രോജക്റ്റിൻ്റെ ജസ്റ്റേഷൻ പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പേഴ്സണലി കാക്കനാട് ഭാഗങ്ങളിൽ ഞാൻ മേടിച്ച സ്ഥലങ്ങളിൽ മിക്ക ആൾക്കാർക്കും തീർച്ചയായിട്ടും അവർ മേടിച്ചതിനേക്കാളും കൂടുതൽ അപ്രിസിയേഷൻ തീർച്ചയായിട്ടും അവരുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പം കമ്മിങ് ബാക്ക് ടു ശോഭ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് അറൗണ്ട് 2017 ആ സമയത്താണ് ലോഞ്ച് ചെയ്ത്. വി ഫൈൻഡ് ഓവർ 4 ടവേഴ്സ് ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് അല്ല അത് മെറിനാവനല്ലേ? അതെ നമ്മൾ 4 ടവേഴ്സ് ഹാൻഡ് ഓവർ ചെയ്തു. അതിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പം ഇനിഷ്യലി ഉള്ള ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഹാൻഡ്സം റിവാർഡ് ഇൻ ടേംസ് ഓഫ് അപ്രിസിയേഷൻ അതിലുണ്ടായിട്ടുണ്ട്. ഏകദേശം ഡബിൾ ആയിട്ടില്ലേ? ഏകദേശം ചില കാര്യങ്ങൾ ചില കേസസ് ഡബിളായിട്ടുണ്ട്. ഡബിളിനടുത്ത് തന്നെ എത്തിയിട്ടുണ്ടാകും ചില കേസ്. കാരണം ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു കസ്റ്റമറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മെറിനാവനിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പുള്ളി റീസെയിൽ ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷേ പുള്ളിക്ക് അറിയണം എത്ര ഒരു കോസ്റ്റ് ഡിഫറൻസ് വന്നിട്ടുള്ള എത്ര അപ്രീസിയേഷൻ കിട്ടിയിട്ട് അറിയണമായിരുന്നു. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് പുള്ളി ഇതൊന്ന് മാർക്കറ്റിലേക്ക് ഇട്ടു. അതിന് ശേഷം പുള്ളി പറഞ്ഞത് ഞാൻ മേടിച്ചതിനേക്കാളും എനിക്ക് ഏകദേശം ഡബിൾ തന്നെ ഇപ്പം വിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അത് നമ്മൾ പല കസ്റ്റമേഴ്സിനോടും അത് പറയുന്നുണ്ട്. അപ്പം അസ് എ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് പേഴ്സൺ ആയിട്ടും അല്ലെങ്കിൽ അസ് എ കസ്റ്റമറായിട്ടും അതുകൊണ്ടാണ് ഞാൻ ബിജോയോട് ചോദിച്ചത് ആ ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ കൺമുമ്പിൽ കൂടെ ആണല്ലോ ഇപ്പോൾ ഒരു 7 വർഷത്തെ ഒരു ഡെവലപ്മെൻറ്റ് പോയത്. ഇപ്പം മെറീന വണ്ണിൻ്റെ പറയുവാണെങ്കിലും ശോഭ അറ്റ്ലാന്റിസിൻ്റെ പറയുവാണെങ്കിലും രണ്ടും രണ്ട് സെഗ്മെൻറ്റിലുള്ള പ്രൊജക്റ്റാണ്. മെറീന വൺ എന്ന് പറയുമ്പോൾ ഒരു ഹെവി ടൗൺഷിപ്പാണ്. അറ്റ്ലാന്റിസ് എന്ന് പറയുമ്പോഴത്തേന് വൈറ്റിലെ വന്നു കഴിയുമ്പോഴത്തേന് വേറൊരു ടൈപ്പ് പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെയിൽസിൻ്റെ ആംഗിളിൽ പറയുവാണെങ്കിൽ എന്തായിരിക്കും ഈ 2 പ്രോജക്റ്റുകൾ തമ്മിൽ ഡിഫറൻസ്? അല്ലെങ്കിൽ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സ് ആണോ അതോ ലൊക്കേഷൻ വൈസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണോ? എന്താണ് ഇത് തമ്മിലുള്ളൊരു 2 പ്രോജക്ട്സ് തമ്മിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ആ ലൊക്കേഷൻ ഡിഫറെൻ്റ് ആണെന്നാണ്. പിന്നെ കോൺഫിഗറേഷൻസിലുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മുടെ അറ്റ്ലാന്റിസിൻ്റെ ഫസ്റ്റ് ഒരു ബേസ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1850 മുതൽ 3100 സ്ക്വയർ ഫീറ്റ് വരെയാണ് നമ്മുടെ ഒരു കോൺഫിഗറേഷൻ 1850. പിന്നെ ഒരു കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള 2300 ടൈപ്പ് ഓഫ് യൂണിറ്റ്സിൻ്റെ ഉണ്ട്. പിന്നെ വി ഹാവ് എ ലാർജർ ഫോർ ബെഡ്റൂം 3100 സ്ക്വയർ ഫീറ്റ് വരെ. ആ സമയത്ത് നമ്മൾ മറീന വണ്ണിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ സ്മോളസ്റ്റ് യൂണിറ്റ് വുഡ് ബി അറൗണ്ട് ഒരു 2300 സ്ക്വയർ ഫീറ്റ്. ഫ്രം ദെയർ ഇറ്റ് മൂവ്സ് ടു നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ യൂണിറ്റുകളുണ്ട്. ദെൻ ദ ഹയർ യൂണിറ്റ് 3700 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന യൂണിറ്റ് കോൺഫിഗറേഷൻസ് ആണ് ഉള്ളത്. സോ ഈ 2 കോൺഫിഗറേഷൻസും 2 ലൊക്കേഷൻ ഡിഫറൻസുമായിട്ടുള്ള അഡ്വാൻറ്റേജാണ്. കാരണം അറ്റ്ലാന്റിസ് എന്നുള്ള പ്രൊജക്ട് തീർച്ചയായിട്ടും ഒരു എവറി ഡേ ഒരു കമ്മ്യൂട്ട്, ഒരു വെരി നിയർ ടു ദ ഒരു സിറ്റി, ഒരു പബ്ലിക് സെൻറ്റർ, അതിനുള്ള എല്ലാ ബെനിഫിറ്റ്സുമുള്ള പ്രോജക്റ്റാണ്. കാരണം ഇതൊരു കണക്ടിവിറ്റി ബേസ്ഡ് പ്രോജക്റ്റാണ് അറ്റ്ലാന്റിസ്. നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഇവിടുന്ന് തൈക്കുടം ജസ്റ്റ് ഒരു 5 minutes വാക്ക് മാത്രമേ ഉള്ളൂ. വൈറ്റില ഹബ്ബേഴ്സ് നിയർ ബൈ. യു ക്യാൻ സീംലെസ്ലി മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി. ഏത് ഡയറക്ഷൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. മറീന വണ്ണിലേക്ക് നമ്മൾ വരുമ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് പ്രോജക്റ്റാണ്. അതൊരു ലാർജർ കോൺഫിഗറേഷൻ, ഒരു ഓൾമോസ്റ്റ് ഒരു 16 acres 12 ടവേഴ്സിൽ ആണ് നമ്മൾ അത്ര യൂണിറ്റ്സ് ചെയ്തിരിക്കുന്നത്. 1100 മുകളിൽ യൂണിറ്റുകൾ ആ യൂണിറ്റിലുണ്ട്. പിന്നെ അവിടുത്തെ ക്ലബ് ഹൗസ് തന്നെ ഒരു 48,000 സ്ക്വയർ ഫീറ്റിൻ്റെ ക്ലബ് ഹൗസ്, വിച്ച് ഇസ് അഗെയിൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ കേരള. ഒരു പോഡിയം, സെൻട്രൽ പോഡിയം, ഒരു 5 acres പോഡിയമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ. കാരണം ആ ഒരു പ്രോജക്റ്റ് ഒരു കൂടുതൽ ഒരു ലീഷർ, പിന്നെ ഒരു മറൈൻ ഡ്രൈവിൻ്റെ ഒരു ചാം ആ ഒരു ഇതിലാണ് വരുന്നത്. 2 പ്രോജക്റ്റും ഇസ് ജസ്റ്റ് ദാറ്റ് ആ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഇൻ ടേംസ് ഓഫ് ദ പ്രോസസ് ദാറ്റ് വി ഫോളോ, ഇറ്റ്സ് യൂണിഫോം അക്രോസ്. ഇറ്റ് ഇസ് ജസ്റ്റ് ദ ലൊക്കേഷൻ ചേഞ്ചസ് ഫ്രം വൺ ലൊക്കേഷൻ ടു ഒരു കസ്റ്റമർ പ്രിഫറൻസിന് വേണ്ടി 2 ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നൊരു മാറ്റം മാത്രമേ ഈ 2 പ്രോജക്റ്റ് തമ്മിലൊരു മാറ്റമേ ഉള്ളൂ. അല്ല, സിംപ്ലിഫൈ ചെയ്യാം. ബിജോയ് എടുക്കുവാണെങ്കിൽ മെറീന വൺ എടുക്കുമോ അറ്റ്ലാന്റിസ് എടുക്കുമോ? ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ കണക്ടിവിറ്റി ബേസ്ഡ് ഇമ്പോർട്ടൻസ് ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു പക്ഷേ ചൂസ് ചെയ്യുന്ന ഒരു പരിധി വരെ അറ്റ്ലാന്റിസ് എന്നുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. കാരണം എൻ്റെ ഒരു കമ്മ്യൂട്ടും എൻ്റെ ഒരു ജോലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി, അല്ലെങ്കിൽ നമുക്ക് പല ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും സീംലെസ് കണക്ടിവിറ്റിയും ആ സമയത്ത് വൈറ്റില എന്നുള്ള പോലെ സ്ഥലത്താണെങ്കിൽ, പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഹോങ്കിങ് സൗണ്ട് പോലെ നമുക്കിവിടെ കേൾക്കാനില്ല. കാരണം 2 മിനിറ്റ് നമ്മൾ വൈറ്റിൽ ഇവിടെ നിന്ന് എത്തുമെങ്കിൽ പോലും. പക്ഷെ അതുകൊണ്ട് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഞാനത് ചൂസ് ചെയ്യും. അറ്റ് സം ടൈം ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജ് യെസ് മേ ബി അത് മറീന വൺ പ്രോജക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യാൻ ചാൻസ്. അല്ല, നമുക്കിപ്പം ഈ കുറേ കസ്റ്റമേഴ്സ് വരുന്നുണ്ടല്ലോ. ഇപ്പം കസ്റ്റമർ വന്നു കഴിയുമ്പോഴത്തേന് കസ്റ്റമറിന് നമ്മളായിട്ട് ഇപ്പം ബിജോയായിട്ട് കസ്റ്റമർ മീറ്റ് ചെയ്യുമ്പോഴത്തേന്
കസ്റ്റമറിനായിട്ടൊരു ചോയ്സ് കൊടുക്കുമ്പോഴത്തേന് അതെങ്ങനെയായിരിക്കും നമ്മൾ ഈ 2 പ്രോഡക്റ്റ് ഉള്ളതാണ് ചോദിച്ചത്, രണ്ടും ഏകദേശം ഒരു കാറ്റഗറി വരുന്നുണ്ട് ചില പ്രൈസിങ്ങും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേന്. അപ്പം ഒരു കസ്റ്റമറിനെ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ഇനീഷ്യലി ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ചേച്ചിലെ ഫസ്റ്റ് പ്രോസസ്സ്. ആ കസ്റ്റമർ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ ടേംസ് ഏത് പ്രോജക്റ്റ് ആയിരിക്കും, ഏത് കോൺഫിഗറേഷൻസ് ആയിരിക്കും നമ്മൾ അദ്ദേഹത്തിന് സ്യൂട്ടാകുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ സജഷൻസ് കസ്റ്റമറിന് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കസ്റ്റമേഴ്സും വെൽ ഇൻഫോംഡ് ആണ്. ദേ ആർ വെരി ക്ലിയർ അബൌട്ട് വാട്ട് ദേ വാണ്ട്. ഏത് പ്രോജക്റ്റാണ് അവർക്ക് വേണ്ടത്, ഏത് ലൊക്കേഷനാണ് അവർക്ക് വേണ്ടത്. കാരണം ഒരു ലൊക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ടു സ്കൂൾസ്, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു ഒരു കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിന് പ്രോക്സിമിറ്റി ടു ദ ടൗൺ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ കൂടുതലും ഇങ്ങനൊരു അവരുടെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് പല കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ ഇറ്റ് ജസ്റ്റ് എ ക്വസ്റ്റൻ ഓഫ് ഗിവിംഗ് ദം എ പ്രോപ്പർ ഗൈഡൻസ് ഇൻ ടേംസ് ഓഫ് വാട്ട് സ്യൂട്ട്സ് ദ റിക്വയർമെൻറ്റ്. ശരിയാണ്. നമ്മൾ ഈ പണ്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ കോമ്പറ്റീറ്റർ സ്റ്റഡി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളൊരു വലിയൊരു പ്രോസസ്സായിരുന്നു. ഓക്കെ, അതെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീറ്റർ സ്റ്റഡി നല്ലൊരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റർ സ്റ്റഡി നമുക്ക് കസ്റ്റമറിനെ തന്നെ കിട്ടും. കസ്റ്റമേഴ്സ് വെൽ ഇൻഫോംഡ് ആണ്. അപ്പം പണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതിൻ്റെ A to Z എല്ലാം ഒരു സെയിൽസ് പേഴ്സൺ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇപ്പം കസ്റ്റമറാണ് ഇങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ സംഭവങ്ങളുണ്ടോ എന്നൊക്കെ. ഞാനൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഈ ലൊക്കേഷൻ പറയുന്ന പോലെ തന്നെ നമ്മൾ സ്പെസിഫിക്കേഷനിലെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം, ശോഭയെ സംബന്ധിച്ചോളം, ശോഭയിലെ സെയിൽസ് പേഴ്സണെ സംബന്ധിച്ചോളം ഈസി ആയിട്ടുള്ള പ്രോസസ്സ്. നിങ്ങൾ ഒരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേറ്റഡ് കമ്പനി ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പറയാനൊക്കെ ഒരു ഈസി ആയിരിക്കും അല്ലേ? നമ്മുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് ദിസ് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ മോഡൽ. ഇപ്പോൾ ഷിൻഡോ പറഞ്ഞില്ല ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ, അത് ഇൻഫാക്ട് വി ആർ ഇന്ത്യസ് ഓൺലി ഫുള്ളി ബാക്ക്വേർഡ് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്പർ. എൻഡ് ടു എൻഡ്, റൈറ്റ് ഫ്രം ഡിസൈൻ ടു എക്സിക്യൂഷൻ സ്റ്റേജ്, ആ കേപ്പബിലിറ്റി ഇൻ ഹൗസ് കേപ്പബിലിറ്റി ഉള്ള പ്രോബബ്ലി ഇത് ഓൺലി ഡെവലപ്പർ ഇൻ ദ കൺട്രി നമ്മൾ തന്നെയാണ്. നമ്മുടെ മറീന വൺ പ്രോജക്റ്റിലേക്ക് വി ഹവ് ക്രിയേറ്റഡ് എൻ എക്സ്പീരിയൻസ് സെൻറ്റർ ഓവർ ദെയർ. കാരണം നമ്മൾ ആ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വി വോണ്ടഡ് ടു സീ ദ കസ്റ്റമേഴ്സ് ഫോർ ദംസെൽസ് വാട്ട് ഇസ് ദാറ്റ് വി ഹവ് ക്രിയേറ്റഡ്. ഒരു ബിൽഡർ പ്രൊഫൈൽ എങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് നടക്കുന്ന വേരിയസ് എലമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ടൈല് ചെയ്യുമ്പം ആ ടൈലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഡോർ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ ഫിനിഷിംഗ് വർക്ക്സ്, നമ്മുടെ പ്ലംബിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ബാത്റൂം ഫിറ്റ്മെൻറ്റ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്, വാട്ടർ പ്രൂഫിംഗ് ലെവൽസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു മ്യൂസിയം നമ്മളുണ്ട്. ഒരു കസ്റ്റമർ മറീന വണ്ണിലേക്ക് നമ്മുടെ ശോഭയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ കൂടെ കസ്റ്റമറിനെ ഗൈഡ്, വാട്ട് ഈസ് ഗെറ്റിംഗ് ഫോർ ദ മണി ഹീ സ്പെൻഡിങ്. കാരണം ഒരു ലക്ഷറി സെഗ്മെൻറ്റിലുള്ള പ്ലെയർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രൈസ് മാർക്കറ്റ് റേറ്റിനേക്കാളും ഹയറാണ്. സോ നമ്മൾ അതിൽ ഒരു കസ്റ്റമറിന് എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈൻ്റെ ഒപ്പം കൂടി വാട്ട് ആർ ദ ഗെറ്റിംഗ് ഫ്രം ശോഭ. ഈ മ്യൂസിയം ഒരു 70 ഒരു കസ്റ്റമേഴ്സിനെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും വാട്ട് മേക്സ് ശോഭ ഡിഫറെൻറ്റ് ഫ്രം ദ കോമ്പറ്റീഷൻ. ശരിയാ. അപ്പോൾ എനിക്ക് തോന്നുന്ന കേരളത്തിൽ പിന്നെ ശോഭയാണ് ഈ ഒരു മ്യൂസിയം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം പല ബിൽഡേഴ്സും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ശോഭയുടെ മെറീന വണ്ണിൻ്റെ ആ ഒരു മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ മനസ്സിലായില്ല ഏതാണ് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ടെക്നോളജി പറഞ്ഞ് കൊടുത്താൽ മനസ്സിലായി. എക്സ്പീരിയൻസ് സെൻറ്ററിൽ വന്നത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കസ്റ്റമറിന് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. അതെ, മെയ്വാൻ ടെക്നോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അറ്റ്ലാന്റിസ് പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയ്വാൻ ടെക്നോളജിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഒരു ഡീറ്റെയിലിംഗ്, എന്താണ് ആ ഒരു പ്രോസസ്സ് ഇൻവോൾവ്. ഇപ്പം കാരണം നമ്മുടെ ഒരു ടെക്നോളജി മ്യൂസിയമാണത്. അവിടെ നമുക്ക് എല്ലാവരും ഒരു ടൈലിംഗ് നമ്മളെങ്ങനെ ഫിനിഷ് ചെയ്യുന്നത്, നമ്മുടെ പ്ലംബിംഗ് ലൈൻസ് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നത്. സോ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഒരു കസ്റ്റമറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സിലേക്ക് നമ്മുടെ യൂണിറ്റ് സെലക്ഷൻ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇനിഷ്യലി ഒക്കെ സെയിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു കസ്റ്റമറിനോട് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇന്ന ടൈപ്പ് ആയിരിക്കും വരുന്നത്, നമ്മുടെ കയ്യിലൊരു പ്ലാൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ പ്ലാൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഇന്നടത്താണ് ബെഡ്റൂം വരുന്നത്, ഇന്നതാണ് ബാത്റൂം വരുന്നത്, ഇതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് സിമെൻറ്റ്, ഇന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കസ്റ്റമർ അന്ന് വിഷ്വലൈസ് ചെയ്യണമായിരുന്നു. നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് സെൻറ്റർ വന്നതിന് ശേഷം അത് വിഷ്വലൈസ് ചെയ്യേണ്ടത് അത് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം കസ്റ്റമറിന് അവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഇനിഷ്യൽ സ്റ്റേജ് മുതലുള്ള കൺസ്ട്രക്ഷൻ്റെ മനസ്സിലാകുന്നത്. ഇതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് മിക്കവാറുള്ള ബിൽഡേഴ്സിലൊന്നും അലൗഡും അല്ല കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്ക് കാണാനായിട്ട് സഹായിച്ചത് ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററാണ്. അതേപോലെ തന്നെ എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളത്, നമ്മൾ പണ്ട് ഇങ്ങനെയായിരുന്നു. അപ്പം ആ സമയത്തുള്ള ഒരു സെയിൽസിൻ്റെ സ്പീഡും അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു കൺവേർഷൻ്റെ അല്ലെങ്കിൽ ക്ലോസിങ്ങിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നോക്കുമ്പോഴത്തേന് ബിജോയ്ക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്?
പക്ഷേ നമ്മുടെ ഒരു സെയിൽസ് പ്രോസസ്സിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ വി ടേക്ക് ഹിം ത്രൂ ദ എക്സ്പീരിയൻസ് ഉണ്ട് അബൌട്ട് വാട്ട് നമ്മുടെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ മോഡൽ നമ്മുടെ ശോഭ ടെക്നോളജി മ്യൂസിയം അതിലൂടെ നമ്മൾ കസ്റ്റമേഴ്സിനെ ഗൈഡ് ചെയ്യും. ദെൻ പോസ്റ്റ് ദാറ്റ് നമുക്ക് സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കസ്റ്റമർ ഡെലിവറി യൂണിറ്റ്സിൻ്റെ സാമ്പിൾ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോത്ത് അറ്റ്ലാന്റിസ് പ്രോജക്റ്റിലും ചെയ്തിട്ടുണ്ട്, നമ്മുടെ മറീന വണ്ണിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും അവർക്ക് നമ്മുടെ ഒരു ഫേർണിഷ്ഡ് അപ്പാർട്ട് സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു സീ ഫോർ ദെംസെൽസ് ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഒരു മിനിയേച്ചർ കാരണം ബീങ് ലാർജ് പ്രോജക്ട്സ് ഒരു മറീന വൺ നമുക്ക് 1141 യൂണിറ്റ്സ്, നമുക്ക് അറ്റ്ലാന്റിസിൽ 384 യൂണിറ്റ്സുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ യൂണിറ്റ്സ് ഉണ്ട്. ഒരു ഒരു വിഷ്വൽ അപ്പീൽ അവർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഏത് ലൊക്കേഷനിലാണ് അവരുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നതെന്നുള്ളത്. ദെൻ വി ഗെറ്റ് ഇൻ ടു ദ ഫർദർ ഡിസ്കഷൻസ് ഒരു ഫ്ലോർ പ്ലാൻ ഏതായിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്. Further to that, then we get into the further identification. ഏത് ഫ്ലോറാണ് അവരുടെ പ്രിഫറൻസ്, മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻസ് ഉള്ളതുകൊണ്ട് ഏത് കോൺഫിഗറേഷൻസ് ആയിരിക്കും അവർക്ക് താല്പര്യം, ആ ഫർദർ ഡിസ്കഷൻസ് അതിലേക്ക് പോകും. ഒരു ജനറലി ഒരു ക്ലയൻറ്റ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഒരു 2 to 3 weeks ടൈമിൽ ദ സെയിൽ ഈസ് ക്ലോസ്ഡ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ. അല്ല, പണ്ട് ശരിയാണ് ഒരു 1 month 2 months ഒക്കെ എടുക്കും കസ്റ്റമർ ഡിസൈഡ് ചെയ്ത് വരാനായിട്ട്. പിന്നെ ഇപ്പം ടെക്നോളജിയൊക്കെ ഇത്രയും വികസിച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആൾക്കാർ പല പ്രോജക്റ്റുകളും വന്ന് കാണുന്നത്. അതെ, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 3-4 ദിവസം സൈറ്റ് വിസിറ്റ് തന്നെ എടുക്കുന്നുണ്ട്. അതെ, ഇപ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം 1-2 യൂണിറ്റുകളൊക്കെയാണ് കസ്റ്റമർ വന്ന് കാണുന്നത്. അതിനകത്തുനിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷനും വരുന്നുണ്ട്. കസ്റ്റമേഴ്സ് വളരെ ക്ലിയർ ആണ് അവരുടെ ഡെസിഷൻ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് ആസ് എ ബിൽഡർ, ആസ് എ റെസ്പോൺസിബിൾ സെയിൽസ് പേഴ്സൺ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രോപ്പർ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സിലേക്ക് നമ്മുടെ യൂണിറ്റ്സ് ഉണ്ടോ അതിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ നമുക്ക് വേറെ ഒരു ട്രെൻഡ് ഉള്ളത് ഒരു NRI സെഗ്മെൻറ്റിൻ്റെ ഒരു ഇത്. നമുക്കൊരു കേരളത്തിലുള്ള ഇപ്പോൾ ബീയിങ് ദ ലക്ഷറി സെഗ്മെൻറ്റ് മോസ്റ്റ് ഓഫ് അവർ കസ്റ്റമേഴ്സ് ആർ NRIs. അപ്പോൾ അവരെല്ലാം കൂടി ഒരു വെർച്വൽ കോളുകൾ അല്ലെങ്കിൽ അവർ നാട്ടിൽ വരുമ്പോൾ അവർ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വി ഹാവ് അവർ ടീം അവരവരെ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അവരൊരു വീഡിയോ കോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം NRI സെഗ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് നമ്മുടെ അക്രോസ് 2 പോർട്ട്ഫോളിയോസിലും. NRI നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഏത് റീജിയനാണ് വരുന്നത്? NRIs ആണോ അതോ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കസ്റ്റമേഴ്സ് ആണോ? ഇപ്പം ഈ പർട്ടിക്കുലർലി അറ്റ്ലാന്റിസ് പ്രോജക്റ്റിലേക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വരുന്നത് ഇവിടെ ഒരു 60% ലോക്കലും ഒരു 55% ലോക്കലും ഒരു 45% NRI ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ വരുന്നത്. NRI സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നേരത്തെ എൻ്റെ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് ഉണ്ടായിരുന്നത്. ബട്ട് ഓഫ് ലേറ്റ് വാട്ട് വി ഹവ് സീൻ ഇസ് ദർ ഇസ് എൻ ഇൻക്രീസ് ട്രാക്ഷൻ ഫ്രം യൂറോപ്പ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്നെല്ലാം കൂടുതൽ ട്രാക്ഷൻ ഇപ്പോൾ ഈ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ലക്ഷറി പ്രോജക്ട്സിലേക്ക് ആൾക്കാർക്കുണ്ട്. അല്ല, ഈ മിഡിൽ ഈസ്റ്റിലെ സെയിൽസ് കുറച്ചതിനകത്ത് ശോഭയ്ക്ക് ഒരു പങ്കുണ്ട്. കാരണം ശോഭ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്പർ 2 ആണ് ദുബായിൽ. അപ്പം അവിടെയുള്ള നമ്മുടെ മലയാളികളെല്ലാം പിടിച്ച് അവിടെ തന്നെ ബുക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കുറച്ചതിന് ശോഭയ്ക്കൊരു പങ്കുണ്ടെന്ന് സമ്മതിക്കുമോ? അതൊരു പോസിറ്റീവ് കമൻ്റ് ആയിട്ട് പറയാം. പക്ഷേ നമ്മൾ വേറെ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റബോൺ എഫക്റ്റും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു ശോഭയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ആ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേറ്റഡ് കമ്പനി ആയതുകൊണ്ട് നമ്മുടെ പ്രോസസ് ഇസ് യൂണിഫോം അക്രോസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മളിപ്പം റീസെൻ്റ്ലി അറ്റ്ലാന്റിസിൽ നടന്നൊരു ബുക്കിങ്ങിൻ്റെ ഞാൻ പറയാം. കസ്റ്റമറിന് ശോഭ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് വേറൊരു തോട്ടില്ലായിരുന്നു. പുള്ളി കാരണം അവിടെ ശോഭയുടെ വാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും ടൗൺഷിപ്പുകളും പുള്ളി ദുബായിൽ നിന്നായിരുന്നു. അപ്പം അത്രയും ഡെവലപ്മെൻറ്റ് കണ്ടത് വന്നുകൊണ്ട് ശോഭ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി വേറൊരു ബിൽഡറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ആസ് എ ചാനൽ പാർട്ണർ എന്നുള്ള രീതി വരുമ്പോഴത്തേനും ഞങ്ങൾ പുള്ളിക്ക് ഒരു 3-4 ഓപ്ഷൻ നമ്മൾ കസ്റ്റമറിന് കൊടുക്കും. അപ്പം ഞങ്ങൾ ഓപ്ഷൻ പറഞ്ഞു കഴിയാൻ പറഞ്ഞില്ല, ശോഭ ഉണ്ടെങ്കിൽ വേറെ നോക്കുന്നില്ല എന്നുള്ള രീതി പറഞ്ഞു. പുള്ളിക്ക് ആദ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി തൃശ്ശൂരായിരുന്നു, അതിനുശേഷമാണ് പുള്ളി നമ്മുടെ ഇവിടെ അറ്റ്ലാന്റിസിലേക്ക് വന്നത്. അപ്പം ഈ മിഡിൽ ഈസ്റ്റിൽ വന്നുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആസ് എ സെയിൽസ് പേഴ്സൺ നമുക്ക് ബിൽഡറെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യം ഇല്ല. ബിജോയെ സംബന്ധിച്ചോളം ബിജോയ് ശോഭയെ തന്നെ ആയിരുന്നതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഇല്ലായിരിക്കുമല്ലോ. ഇല്ല, ബുദ്ധിമുട്ട് അതൊരു പോസിറ്റീവ് കമ്പനി ഞാൻ പറഞ്ഞത് ക്വാളിറ്റി. കാരണം ദ നെയിം സ്റ്റാൻഡ്സ് ഫോർ ക്വാളിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ടെക്നോളജി മ്യൂസിയം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ബൾക്ക് ഓഫ് ദ ഒരു ഡീറ്റെയിലിംഗ് ഹാപ്പൻസ് ടു ദ കസ്റ്റമർ ഓവർ ദെയർ. അതോടൊപ്പം കൂടി തന്നെ ദ ക്വാളിറ്റി അറ്റൻഷൻ ടു ഡീറ്റെയിൽ. നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 1456 ചെക്ക് പോയിൻറ്റ്സ് ചെയ്തിട്ടാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതോടൊപ്പം കൂടി തന്നെ
each apartment before it's handed over, ഞങ്ങളുടെ സീനിയർ മാനേജ്മെൻറ്റ് ഫ്രം എ ചെയർമാൻ ഓർ എൻ MD ലെവൽ പേഴ്സണലി വിസിറ്റ് ചെയ്തിട്ടാണ് ആ ഹാൻഡ് ഓവർ പ്രോസസ്സിലേക്ക് കസ്റ്റമേഴ്സിന് പോകുന്നത്. സോ അത്ര ഒരു ഡീറ്റെയിലിംഗ് നടത്തിയിട്ടാണ്. വേരിയസ് സ്റ്റേജസിലുള്ള ക്വാളിറ്റി ചെക്സ് ഉണ്ട്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ സീക്വൻസ് കഴിയുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി ചെക്സ് നടക്കുന്നുണ്ട്. അതിനുപരിയായിട്ടാണ് ഫ്രം എൻ MD ഓർ എ ചെയർമാൻ ലെവലിൽ നിന്ന് ഡയറക്റ്റ്ലി അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇറ്റ്സ് ഗിവൺ ടു ദ കസ്റ്റമേഴ്സ്. സോ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും അതിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ? പക്ഷേ അത് ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെയർമാൻ ലെവലിലും MD ലെവലിലും ഒക്കെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈച്ച് അപ്പാർട്ട്മെൻറ്റ് ഈസ് ഹാൻഡ് ഓവർ. അത് ആ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്പെക്ഷൻ ദാറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഒരു വന്ന് പോകുന്നത് മാത്രമല്ല, ഓൾമോസ്റ്റ് ഒരു 5, 6, 7, 8 hours എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത്രയും അങ്ങനെ. അതെ അതെ, അത് ശരിയാണ്. കാരണം ഇപ്പം ഇത്രയും വേൾഡ് വൈഡ് ഇത്രയും പ്രോജക്ട്സ് ഉള്ള ഒരു കമ്പനിയിൽ അങ്ങനെയൊക്കെ ഒരു കോൺസെൻട്രേഷൻ ടോപ്പ് ലെവലിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്കിപ്പം ഈ ദുബായിലും അല്ലാതെ ഇപ്പം വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പ്രോജക്റ്റുകൾ വ്യാപിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കിയ ശോഭ റിയാലിറ്റി ഇപ്പം US അങ്ങനെ ഓവർസീസ് യൂറോപ്പ് അങ്ങനെ ബാക്കി ഓസ്ട്രേലിയ അങ്ങനെ പല മാർക്കറ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ അത് ബീങ് ദുബായ് ബേസ്ഡ് ഓപ്പറേഷൻസ് ആയാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് US എന്നൊക്കെ, ഇനി അതും കുറയ്ക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇല്ല, അതിലൊരു ട്രെൻഡ് നമ്മൾ കണ്ടിരിക്കുന്നത് US മാർക്കറ്റ്സ് നമുക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. US മാർക്കറ്റിന് ഇൻക്രീസ് ട്രാക്ഷൻ നമുക്ക് ഈ ഒരു കഴിഞ്ഞ 2 yearsലായിട്ടുണ്ട് ടുവേർഡ്സ് അപ്പാർട്ട്മെൻറ്റ്. നേരത്തെ നമുക്ക് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഒരു മേജർ ചങ്ക് ഓഫ് ആർ NRI കസ്റ്റമേഴ്സ്. പക്ഷേ അതിലിപ്പം ആ ഒരു കോൺസെൻട്രേഷൻ ഇസ് ഗോട്ട് US ഞാൻ പറഞ്ഞു യൂറോപ്പും എസ്പെഷ്യലി സിംഗപ്പൂർ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള മാർക്കറ്റ്സ് വളരെ ആക്റ്റീവായി. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർക്ക് അവിടെ കിട്ടുന്ന ക്വാളിറ്റി ആസ് എ ബിൽഡർ ഷോപ്പിക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഒരു പരിധി വരെ കാരണം. അല്ല, ശരിയാണ്. ഞാൻ മറ്റേ തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ പ്രോസസ്സ് ഈസിയാവും. കാരണം ഒരു മലയാളിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എത്ര US പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ. ഇപ്പം പല കസ്റ്റമേഴ്സും നമ്മുടെ ഇരിക്കുന്ന അവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം വന്ന് താമസിക്കാനായിരിക്കും. പണ്ടൊക്കെ വീട് എടുത്തിട്ട് കഴിഞ്ഞാലും അവരതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അങ്ങനെ ഇപ്പം ഏജൻസികളുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഏജൻസി ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഈ NRI കോൺട്രിബ്യൂഷനിൽ പല ആൾക്കാരും ഒന്ന് പേരൻസിന് താമസിക്കാൻ വേണ്ടി മേടിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് വർഷത്തിലൊന്ന് വരുമ്പോഴത്തേന് താമസിക്കുന്നുണ്ട്. ഇപ്പം പല NRIസിനും നോക്കിക്കഴിഞ്ഞാൽ പണ്ടാണ് വർഷമോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഒരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോഴത്തേന് ആൾക്കാർ വരുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ഒരു മാസം, ഇപ്പം കഴിഞ്ഞ മാസം മറ്റേ ഇൻഡിഗോയുടെ പ്രശ്നം നടന്നില്ലേ? അത് അന്നേരം ആണ് വാർത്തയിൽ അറിയുന്ന കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മാസം ഇങ്ങനെ വന്നു, അന്നേരം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ശരിക്കും നല്ല രീതിയിൽ ഇപ്പം ട്രാവൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഞാൻ ഇൻഡിഗോയുടെ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് കസ്റ്റമർ നമ്മുടെ ഡൽഹിയിൽ നിന്ന് കസ്റ്റമർ കേരളത്തിലേക്ക് നമ്മളൊരു 2 കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞ്. അത് മലയാളികളല്ല, നമ്മുടെ ഹിന്ദിക്കാരായിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ടോ? നമുക്ക് ഈ മലയാളികൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, ഈ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് നമ്മുടെ ഒരു വലിയ സെഗ്മെൻറ്റാണ്. ഇപ്പം ബോംബെ, ഡൽഹി, ചെന്നൈ അങ്ങനെയുള്ള ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം കൂടി തന്നെ ഷിൻഡപ്പം പറഞ്ഞതുപോലെ ബാക്കിയുള്ള ലൊക്കേഷൻസിൽ നിന്നും ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാളും കൂടുതൽ ഈ മേടിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു എൻഡ് യൂസർ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സോ അവർ ലക്ഷറി സെഗ്മെൻറ്റിലായതുകൊണ്ട് അവരുടെ തന്നെ ഒരു കൺസംഷന് വേണ്ടി, ഉപയോഗത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ നമ്മുടെ പ്രോജക്ട്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ആൾക്കാർ. ഈ നമ്മൾ കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതെ അതെ, നമ്മളെത്ര കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും മറ്റേ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ആ ഒരു രീതിയിലാണ്. കാരണം ഈ റീസെൻ്റ്ലി സംസാരിച്ചൊരു കസ്റ്റമർ പറഞ്ഞത്, ഞങ്ങൾ എറണാകുളത്ത് ഒരു വീട് മേടിക്കുമ്പോൾ ഞാനപ്പം ചോദിച്ചു, ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. അപ്പം പുള്ളി പറഞ്ഞ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എറണാകുളത്ത് വീട് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എയർപോർട്ട് വളരെ അടുത്താണ്. പിന്നെ എനിക്ക് ഒന്ന് ഹിൽ സ്റ്റേഷൻ പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ട്, ഒരു മാക്സിമം ഒരു 3 hour ജേണി. ഇനി അതല്ല ബീച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1 hourലും ഉണ്ട്. ഇനി വർക്കല പോലത്തെ ഇച്ചിരി കൂടെ നല്ല ക്ലിഫായിട്ടുള്ള സ്ഥലങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3 hour. അപ്പം പിന്നെ ഈ വന്ദേ ഭാരതും ഇതെല്ലാം വന്നുകൊണ്ട് നമ്മുടെ സിറ്റികളും തമ്മിലും ഭയങ്കരമായിട്ട്
അടുപ്പിച്ച് കളഞ്ഞില്ല. ഇപ്പോൾ ഹൈവേയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനുള്ള ഒരിത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനാണ് പുള്ളി പറയുന്നത് ഈ കേരളം ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ ഇതാണ്. കാരണം ഒന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൽഹിക്കോ മുംബൈക്കോ ഒക്കെ പോവുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കസ്റ്റമേഴ്സ് ഇപ്പം കേരളത്തിലേക്ക് നമ്മൾ ഒരു ട്രാക്ഷൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതെ അതെ. ഒരു ഹിൽ സ്റ്റേഷനാണ്, ഒരു ബീച്ച് ആണെങ്കിലും ഷിൻഡോ പറഞ്ഞതുപോലെ, അതുപോലെ ഒരു ലെഷർലി സ്പേസിലേക്ക് പോകാനാണ് എല്ലാം ഒരു 1 hour അല്ലെ 2 hour 3 hour ഡ്രൈവത്തിന് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുകൊണ്ട് കേരളം മെസ്സൻ ഒരു കൂടുതലും ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് കേരളം തീർച്ചയായിട്ടും അക്സെപ്റ്റഡ് ആയി വരുന്നുണ്ട് അക്രോസ് സ്റ്റേറ്റ്സ്. ഈ ട്രാവലിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തന്നെ അറിഞ്ഞു ബിജോയ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്ന ആളാണോ അതോ? ഞാൻ ട്രാവൽ ചെയ്യാറുള്ളതാണ്. എങ്ങനെ ഫാമിലിയായിട്ട്? ഫാമിലി ട്രാവൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവലുണ്ട്. അല്ല, സാധാരണ റിയൽ എസ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് കുറേ ട്രാവൽ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഫാമിലി ആയിട്ടുള്ള ട്രാവൽ മടുപ്പായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, ഫാമിലി ആയിട്ടും ട്രാവൽ ചെയ്യുന്നതാണ്. ഞാൻ റെഗുലർലി ഒരു നല്ല ട്രാവലുള്ള ഒരാളാണ് കൂടുതലും. ഏത് ലൊക്കേഷനായിരിക്കും ചൂസ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ദിവസം കൊണ്ടൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എറണാകുളത്തുനിന്ന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ലൊക്കേഷനായിരിക്കും ചൂസ് ചെയ്യുന്നത്? എറണാകുളത്ത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റിയ നമുക്കൊരു ഹിൽ സ്റ്റേഷനായിട്ട് പോകാൻ പറ്റിയ നമുക്ക് കുമളിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ പോകാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. അത് നമ്മുടെ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകാൻ പറ്റിയ ലൊക്കേഷൻ. കുമളിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു കേട്ടോ. ഞാൻ കുമളിക്കാരനായതുകൊണ്ട് ഞാൻ അവിടെ വേറെ വല്ല ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുമളി ഒന്ന് പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു ലൊക്കേഷൻ ഇപ്പം നമ്മളിപ്പം എറണാകുളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. യു ക്യാൻ മൂവ് ടു എവറിത്തിങ് ഈസ് ഒരു ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ 9 years ഉണ്ടായിരുന്നു. അതിനുശേഷം ചെന്നൈയിൽ ഏകദേശം ഒരു 7 years ഉണ്ട്. അപ്പം കേരളത്തിലേക്ക് വരണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അന്നേരം ആ സമയത്തൊക്കെ നമുക്ക് അവിടെ നടക്കുന്ന പോലത്തെ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവിടെ കരിയർ ഗ്രോത്ത് അവിടെ ഒരു ഭയങ്കര സ്പീഡായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. ഇപ്പോൾ ഡൽഹി ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഒക്കെ. അപ്പോൾ കേരളത്തിൽ അത്രയും റിയൽ എസ്റ്റേറ്റിന് ഒരു മാർക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിയറിൽ എന്തെങ്കിലും ഇതുണ്ടോ, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ എറണാകുളത്ത് വന്നതിന് ശേഷം എറണാകുളത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു 10-15 വർഷത്തിനുള്ളിലുണ്ടായ ഒരു ചേഞ്ചസ്, റിയൽ എസ്റ്റേറ്റിലുണ്ടായ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാക്കി ഇപ്പം ബാംഗ്ലൂരുമായിട്ട് കമ്പയർ ചെയ്താലും ചെന്നൈ ആയിട്ട് കമ്പയർ ചെയ്താലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ അത്രയും ഇല്ലെങ്കിൽ തന്നെ അതേപോലെ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ അതേപോലെ കുറേ ഡെവലപ്മെൻറ്റ് പ്ലാൻഡ് ആണല്ലോ. ബിജോയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചർ എന്താണ്? കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചർ വളരെ റോസി ആയിട്ടൊരു പിക്ചറാണ് മുന്നോട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മൾ തന്നെ വി ഹവ് സീൻ ആൻ എവല്യൂഷൻ, ഒരു ക്വാളിറ്റി വി ഹവ് സീൻ. നമ്മുടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് പോലും ഐ തിങ്ക് ശോഭ നമ്മുടെ പോലെ നാഷണൽ പ്ലേയേഴ്സ് എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ദ മ്യൂസിയം ദാറ്റ് ഐ ഹവ് ടോൾഡ് യു അബൌട്ട്, അതിലെല്ലാം ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ് കൂടുതലും ഇവിടുത്തെ അക്രോസ് ബിൽഡർ സെഗ്മെൻറ്റിലേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 2 പ്രോജക്ട്സിൽ ഇപ്പം അറ്റ്ലാന്റിസ് പ്രോജക്ട്സ് വി വുഡ് ബി ഹാൻഡിങ് ഓവർ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ പ്രോജക്റ്റ് നെക്സ്റ്റ് ഇയർ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. വി ആർ ഹാർഡ്ലി ലെഫ്റ്റ് വിത്ത് വെരി ഫ്യൂ ലിമിറ്റഡ് യൂണിറ്റ്സ് ഇൻ ദാറ്റ് ഫോർ സെയിൽ. നമുക്ക് ഇപ്പോൾ യൂണിറ്റ്സ് ഉള്ളത് phase 2 വിച്ച് ഇസ് ലേറ്റർ ഫോർ ഒരു ലേറ്റർ ഹാൻഡിങ് ഓവറിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ മറീന വൺ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2029 വരെ നമ്മൾ സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ ഉള്ളത് നമുക്കവിടെ ഇൻവെൻറ്ററി എന്ന് പറയുന്നത് 2031 ഹാൻഡ് ഓവർ ചെയ്യുന്ന അല്ലെ യൂണിറ്റുകളിലാണ് നമുക്ക് ഇൻവെൻറ്ററി ഉള്ളത് അതിൽ. സോ അതും ആ ഒരു 2 സെഗ്മെൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് തീർച്ചയായിട്ടും ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ ദർ ഹസ് ബീൻ വെലോസിറ്റി ഓഫ് സെയിൽസ് ഹസ് ബീൻ എക്സ്ട്രീംലി ഗുഡ്. വളരെ നല്ല ഒരു ട്രാക്ഷൻ ആയിരുന്നു ഓഫ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ ഒരു 4-5 years ആയിട്ടുണ്ടായിരുന്നു അതിൽ. ഐ തിങ്ക് ദാറ്റ് വിൽ കണ്ടിന്യൂ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള അക്രോസ് ബിൽഡേഴ്സ് ഓരോ സെഗ്മെൻറ്റ് വൈസിൽ അത് ഇവോൾവ് ചെയ്ത് വരുന്നു. എല്ലാവരും ഹയർ സ്പെക് കോൺഫിഗറേഷൻസിലേക്ക് പോകുന്നു. അത് നല്ലതാണ്. ഫോർ ദി ഇൻഡസ്ട്രി ഇറ്റ് ഈസ് ബെറ്റർ. ഇപ്പം ഇതിൻ്റെ ആ അവൈലബിലിറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ബിജോയുടെ തന്നെ ടീമിലുള്ള സനലുമായിട്ട് ഞാനൊരു ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ. അപ്പോൾ അത് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് സനൽ പറയുന്നൊരു കാര്യം, അറ്റ്ലാന്റിസ് ആരെങ്കിലും വന്ന് കണ്ടാൽ എടുത്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് രസകരമായിട്ടുള്ളൊരു കമൻറ്റ് വന്നു, അതിനാരെങ്കിലും വന്ന് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കമൻറ്റ് ഇട്ടത്. അപ്പം നമുക്കപ്പം ആ കമൻറ്റിന് അവിടെ റിപ്ലൈ ചെയ്യാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ഈ സനൽ പറഞ്ഞ് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം, വന്ന് കണ്ടാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഇതിലില്ലെങ്കിൽ അവർക്ക് ലൊക്കേഷൻ എന്തെങ്കിലും ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ അവർ വേണ്ട എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കമൻറ്റിൻ്റെ ഒരു ആൻസറാണ് ഞാൻ ഇപ്പം ബിജോയിൽ നിന്ന് കേട്ടത്. കാരണം അവൈലബിലിറ്റി ഇല്ലല്ലോ, ഇനിയിപ്പം യൂണിറ്റ്സ് വളരെ ലിമിറ്റഡ് യൂണിറ്റ്സ് അവൈലബിൾ. വന്ന് കണ്ട ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ടെന്ന് ഞാൻ ആ കമൻറ്റിൻ്റെ ഒരു റിപ്ലൈ ഇതിവിടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു സീയിങ് ഇസ് ബിലീവിങ്.
So once they are here, they're able to see for themselves. നമ്മുടെ ഒരു സാമ്പിൾ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മുടെ ആക്ച്വൽ യൂണിറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീരാറാകുന്ന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ സീയിങ് ഇസ് ബിലീവിംഗ് എന്ന് പറയുന്നത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് പിന്നെ ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് വെദർ അവരുടെ റിക്വയർമെൻറ്റുമായിട്ട് ഇത് ഫിറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെയാണ് ഷിൻഡ പറഞ്ഞതുപോലെ അവരുടെ റിക്വയർമെൻറ്റ്സ് വരുന്നത്. സോ ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു ലൊക്കേഷൻ അവർക്ക് ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദർ ഇസ് നോ റീസൺ വൈ ദേ ഷുഡ് നോട്ട് ബി ബൈങ് ദിസ്. അല്ല, ഞാൻ ഇപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു കസ്റ്റമറുമായിട്ട് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ അറ്റ്ലാന്റിസും കാണിച്ചു, മെറീന വണ്ണും കാണിച്ചു. അപ്പോൾ പുള്ളിയും യു എയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന് ജസ്റ്റ് കണ്ടപ്പോൾ പുള്ളിക്ക് ഈ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പം അങ്ങനെ വന്നിട്ട് കണ്ടിട്ട് പോയതാണ്. അപ്പം കട്ടപ്പനക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പ്രോജക്റ്റെല്ലാം കണ്ടിട്ട് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിക്വയർമെൻറ്റും ഇല്ല. പക്ഷേ പുള്ളി പറഞ്ഞു വെച്ചാൽ എനിക്കിത് വന്ന് കണ്ട് അറ്റ്ലാന്റിസ് വന്ന് കണ്ടു, ഇവിടുത്തെ ടീം ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പം അവരുമായിട്ടുള്ള ഒരു ഇടപെടൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ടീമാണ്. പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനൊക്കെ കൊടുക്കുന്നതും അവരുടെ കസ്റ്റമറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ബന്ധമൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം വന്ന് കണ്ടു കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത്, എനിക്ക് ഒരു റിക്വയർമെൻറ്റ് ഇല്ലെങ്കിൽ പോലും എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കണമെന്ന് ആഗ്രഹം വന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ശരിക്കും വെറുതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും റിക്വയർമെൻറ്റ് ഇല്ലെങ്കിൽ അവർക്ക് റിക്വയർമെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് ഒരു ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെത്തേഡ് ഓഫ് ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് സൈറ്റ് വിസിറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത്. ഇത് ഒരു ട്രെയിൻഡ് ആയിട്ട് ചെയ്തതാണോ അതോ ഓട്ടോമാറ്റിക്കലി വന്നതാണോ? അല്ല, അതൊരു ട്രെയിൻഡ് ഒരു പ്രോസസ്സ്. ദാറ്റ് ഇസ് ഞാൻ പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ സെയിൽസ് സ്റ്റാഫിനാണെങ്കിലും കസ്റ്റമർ ഫേസിങ് ആൾക്കാർക്ക് എല്ലാവർക്കും റെഗുലർലി ട്രെയിനിങ്ങും ഇൻട്രാക്ഷൻസും തീർച്ചയായിട്ടും ഓവർ എ പീരിയഡ് ഓഫ് ടൈം കസ്റ്റമേഴ്സിനെല്ലാം മാൻഡേറ്ററി ആണ് ഇത് അറ്റൻഡ് ചെയ്യാനുള്ളതും ഇതും അതിൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും. പിന്നെ ദ ടീം ദാറ്റ് ഐ ലീഡ്, ഒരു പക്ഷേ കൊച്ചിയിലെ തന്നെ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ്, ഒരു പക്ഷേ അല്ല, ഐ ക്യാൻ സേ വിത്ത് കോൺഫിഡൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദി ബെസ്റ്റ് ടീം ഇൻ കൊച്ചി. കാരണം ഇൻ ടേംസ് ഓഫ് ദ ടോട്ടൽ വോളിയൂം ഓഫ് സെയിൽസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് സെയിൽ. ഇപ്പം നമ്മൾ പല ആൾക്കാരും ഓവർ എ പീരിയഡ് ഓഫ് ടൈം ചേണിങ് ഓഫ് പീപ്പിൾ നടക്കാറുണ്ട്. പക്ഷേ വി ഹവ് നോട്ട് എക്സ്പീരിയൻസ് മച്ച് ഓഫ് എ ചേൺ. ദ ടീം ഹസ് ബീൻ, ഇപ്പം ഷിൻഡ തന്നെ പലരോട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ദ ടീം ഹസ് ബീൻ സ്റ്റഡി ഫോർ ദ പാസ്റ്റ് മെനി ഇയേഴ്സ്. അല്ല, ബെസ്റ്റ് ടീം വിത്ത് എ ബെസ്റ്റ് ബിൽഡർ. ബെസ്റ്റ് ടീം വിത്ത് എ ബെസ്റ്റ് ബിൽഡർ. അതുകൊണ്ടാണോ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്? അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ബെസ്റ്റ് ബിൽഡറാണോ അതോ ബെസ്റ്റ് ടീമാണോ? ബോത്ത് കോംപ്ലിമെൻറ്റ്സ് ഈച്ച് അതർ. രണ്ട് റോൾസും ഇമ്പോർട്ടൻറ്റ്. കാരണം കസ്റ്റമേഴ്സും ഒരു ബ്രാൻഡ് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യും. പക്ഷേ ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് അവർ സെയിൽസ് സ്റ്റാഫ് ഒരു പ്രോപ്പറായിട്ടൊരു ഇൻട്രാക്ഷൻസും നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബ്രാൻഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് താഴെ പോകും. ആ ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് ഹാസ് ടു ബി എലിവേറ്റഡ്. ദാറ്റ് ഇസ് വാട്ട് മൈ ടീം ഈസ് ഡൂയിങ് ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ് എക്സ്ട്രീംലി വെൽ. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നെറ്റ്വർത്ത് ടോക്സിൻ്റെ ഒരു നമ്മൾ നെറ്റ്വർത്ത് ടോക്സ് സ്റ്റാർട്ട് ചെയ്തപ്പം അതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്തു, ഒന്ന് കരിയറിൽ നല്ല ഗ്രോത്ത് വന്ന ആൾക്കാരുമായിട്ടൊരു ഡിസ്കഷൻ വന്നു കഴിയുമ്പോൾ ഇപ്പം കരിയറിലേക്ക് കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് സെക്ടർ തന്നെ ചൂസ് ചെയ്ത് MBA എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേന് അവരുടെ ഒരു കരിയർ ഗ്രോത്തിൻ്റെ അവർക്ക് എക്സാക്റ്റായിട്ട് എങ്ങനെയാണ് ഗ്രോത്ത് കിട്ടുന്നതെന്നുള്ളത് ഒരു ഭയമായിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പം ഞാൻ ഈ ഭയം എന്ന് പറഞ്ഞ് വന്നത് തന്നെയാണെന്ന് അറിയാം. ഞങ്ങളവിടെ ഭയം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും എനിക്ക് കുറേ കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വന്നപ്പോൾ ചെറുതായിട്ട് നമ്മൾ കോട്ടയം ഇടുക്കി സമയം മാറിപ്പോയില്ല. അപ്പോൾ അതിനകത്ത് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, പിന്നെ ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ഒരാളെ ഇരുത്തത്തില്ലായിരുന്നു, ഭയം എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപോലെ. നമ്മൾ സ്കൂളിൽ പഠിച്ചത് അങ്ങനെയായിരുന്നു, അങ്ങനെ പഠിപ്പിച്ചതും അങ്ങനെയായിരുന്നു. അല്ല, അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ഈ ട്രെയിൻഡ് അല്ലാത്ത ഒരു ടീമിൻ്റെയും ട്രെയിൻഡ് ടീമിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. കാരണം നല്ല പ്രൊഡക്റ്റ് ചില ബിൽഡേഴ്സിൻ്റെ കയ്യിലുണ്ട്, നല്ല പ്രൊഡക്റ്റാണ്, അവർ കൺസ്ട്രക്ഷൻ വൈസും ഇതുമാണ്. പക്ഷേ ദ വേ കസ്റ്റമർ വന്നു കഴിയുമ്പോഴത്തേന് അവരോടുള്ള ഒരു വെൽക്കമിങ്ങും ഈ പ്രോജക്റ്റിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഒരു ബയറുമായിട്ട് ഒരു ബിൽഡറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻഡ് അല്ലായിരുന്നു അവിടുത്തെ ആൾ. അപ്പം മീറ്ററും സ്ക്വയർ ഫീറ്റും തമ്മിൽ മാറിപ്പോയി. അപ്പം പറഞ്ഞ ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ 5 ഫീറ്റ് ലോബിയാന്ന് പറഞ്ഞു. അപ്പം ഇതായിട്ട് പറഞ്ഞു. അപ്പം അവിടെ വെച്ച്
കസ്റ്റമർ മനസ്സിലായി മീറ്റർ ആയിരിക്കും ഉദ്ദേശിച്ചത്, എങ്കിലും അവിടെ തന്നെ ആ കസ്റ്റമറിന്റെ ഫസ്റ്റ് ഇതിൽ ഇംപ്രഷൻ നഷ്ടപ്പെട്ടു. പിന്നെ അവർ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും കസ്റ്റമർ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞൊരു സംഭവം ഇതാണ്, അവർക്ക് അത്ര നോളജ് ഇല്ലല്ലോ, എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമല്ല, അതാ ഒരു ടീമിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് എനിക്ക് ബിജോയുടെ ടീമിൻ്റെ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞിരുന്നത്, ഈച്ച് ആൻഡ് എവരി സെയിൽസ് പേഴ്സൺ അവർ അത്രയും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജും, പിന്നെ അവർ ചിരിച്ചുകൊണ്ടുള്ളവരുടെ നിപ്പും, പിന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ട് അവരുടെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സെറൻലി താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക് ഷിൻഡോ. ഐ വിൽ കൺവേ ദിസ് ടു ദ ടീം. ബട്ട് തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ എക്സ്പീരിയൻസിലേക്ക്, ശോഭ എന്നൊരു ബ്രാൻഡിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പം അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് എലവേറ്റ് ചെയ്യണം. വി ഷുഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ്. കാരണം അവർ ശോഭ എന്ന് പറഞ്ഞ് കേൾക്കുമ്പം പേര് തന്നെ ദാറ്റ് നെയിം ഈസ് സിനോണിമസ് വിത്ത് ക്വാളിറ്റി. ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ബിൽഡിംഗ് മാത്രമല്ല നമ്മുടെ ബിഹേവിയറിലും എല്ലാത്തിലും നമ്മളത് എക്സിബിറ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ടീം അത് നല്ലപോലെ തന്നെ ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ ദ കമൻറ്റ്സ് ഓൺ ദ ടീം. ആൻഡ് നമ്മൾ ടീമാണെങ്കിലും നമ്മൾ ഇവോൾവ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ വി ഓൾസോ റിക്രൂട്ട് ഫ്രഷേഴ്സ്, we train them well, then they grow up the ladder. ഈ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ട് പുതിയ ആൾക്കാർ കരിയറിലേക്ക് വരുമ്പം ബിജോയ്ക്ക് എന്താണ് അവർക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കരിയറിനെ കുറിച്ചൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത് എന്താണ്? റിയൽ എസ്റ്റേറ്റ് ആസ് എ കരിയർ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഒരു ഫ്രം എ കരിയർ പോയിന്റ് ഓഫ് വ്യൂ, യു ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് എ ബിൽഡർ വെയറിൻ യു ആർ ഇൻവോൾവ് ഇൻ ടു ദ സെയിൽസ് ഓഫ് വൺ പ്രോജക്റ്റ്, ഓർ എൽസ് യു ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് കസ്റ്റമർ. കാരണം ഒരു സെയിൽസ് ഒരു പോർഷൻ മാത്രമാണ്. ഒരു സെയിൽസിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടാണ് CRMൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നതിൽ. കാരണം അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ കസ്റ്റമേഴ്സുമായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സോ കസ്റ്റമൈസേഷൻസോ ആ ഒരു ഡിസ്കഷൻ സ്റ്റേജിൽ നമുക്ക് പലപ്പോഴും ഒരു ഫ്രീക്വൻസി ഓഫ് ഇൻട്രാക്ഷൻ വളരെ കൂടുതൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോക്കേഴ്സ് സെഗ്മെൻറ്റോട്ട് അസോസിയേറ്റഡ്, വേറെ ദേ വുഡ് ബി ക്യാൻവാസിങ് കസ്റ്റമേഴ്സ് ഫോർ മൾട്ടിപ്പിൾ ബിൽഡേഴ്സ്. സോ നമ്മൾ കേരളത്തിലെ ട്രെൻഡ് കണ്ടിരിക്കുന്നത് ദ സെഗ്മെൻറ്റ് ഓഫ് ഒരു ബ്രോക്കേഴ്സ് ഡ്രിവൺ അല്ലെ ചാനൽ പാർട്ണർ ഡ്രിവൺ സെഗ്മെൻറ്റ് എന്നുള്ളത് അത് വളരെയധികം ഓർഗനൈസ്ഡായി. നേരത്തെ അത്ര ഓർഗനൈസ്ഡ് അല്ലായിരുന്നത്. ഇപ്പം കസ്റ്റമേഴ്സ് ആണെങ്കിലും ചിലർ സോ ദാറ്റ് ദേ ഗെറ്റ് മൾട്ടിപ്പിൾ ഇമ്പാർഷ്യൽ വ്യൂ ഓൺ പല പ്രോജക്ട്സിനെ കുറിച്ച്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ പ്ലേ ചെയ്യുന്ന അതേ റോള് തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് മിക്ക കസ്റ്റമേഴ്സിനും അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ അവരുടെ റോൾസും വളരെ റെലവൻ്റ് ആണ് ഇതിൽ. ഇവിടെ ഇപ്പം എനിക്ക് ശോഭയായിട്ട് ഇപ്പം നമ്മൾ അസോസിയേറ്റ് ആയിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. അപ്പം ആസ് എ ചാനൽ പാർട്ണർ, ഇപ്പം ഞങ്ങൾ നെറ്റ്വർത്ത് പ്രോപ്പ് എന്ന് പറഞ്ഞ ആസ് എ ചാനൽ പാർട്ണർ ഞങ്ങൾക്ക് നമ്പർ ഓഫ് ബുക്കിംഗ്സ് നല്ല രീതിയിൽ ശോഭയിലേക്ക് വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഈസിയാണ് ശോഭയിൽ നമുക്ക് ഒരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസിങ് ലെവൽ വളരെ ഈസിയാണ്. കാരണം കസ്റ്റമറിന് ആ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമറിന് ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ടൊരു പുഷൊന്നും ആവശ്യം വരുന്നില്ല. ഈ ഇപ്പം ബിജോയ് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ചാനൽ പാർട്ട്ണർ സെഗ്മെൻറ്റ് ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഒരു 3-4 വർഷമായി അതൊന്ന് പുരോഗമിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മലയാളികളുടെ എനിക്ക് ആ ട്രെൻഡ് അറിയാം. കാരണം നമ്മൾ ഇനിഷ്യലി ഞങ്ങളൊരു ചാനൽ പാർട്ണർ എന്ന് പറഞ്ഞ് കസ്റ്റമറോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേന് അവിടെ ഒരു റിജക്ഷൻ ഉണ്ടായിരുന്നു. ഓ, ചാനൽ പാർട്ണർ ആണല്ലേ, അപ്പം നിങ്ങൾക്ക് ഉള്ള കമ്മീഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമല്ലോ, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അവരുടെ നിന്ന് നമ്മൾ മേടിക്കുമോ? കാരണം പണ്ടത്തെ ഒരു സെഗ്മെൻറ്റ്, ഇപ്പം 2 വേർഡ്സ് ഉണ്ട്, ബ്രോക്കർ എന്ന് പറഞ്ഞൊരു വേർഡും ചാനൽ പാർട്ണർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഞാൻ രണ്ടും സെയിം ആണെങ്കിലും ഒന്ന് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ചാനൽ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ഒരു ബ്രോക്കറും ആയി. അപ്പം പണ്ട് ഉള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കസ്റ്റമറിനെ അടിച്ചു വീഴ്ത്തുക, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് പെടുത്തുക എന്നുള്ള ഒരു ഇത് തന്നെയായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് ഒരു ചാനൽ പാർട്ട്ണറിൻ്റെ ത്രൂ പോകാൻ അല്ലെങ്കിൽ ഒരു ബ്രോക്കറിൻ്റെ ത്രൂ പോകാനായിട്ട് ഭയമായിരുന്നു. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആ ഒരു ഇത് വന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വരുന്നത് കൺസൾട്ടൻറ്റിനെ അന്വേഷിച്ച് നിങ്ങൾ ഏതൊക്കെ പ്രൊജക്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. അപ്പം നമ്മൾക്ക് പറയാനുള്ള നല്ല ബിൽഡേഴ്സായിട്ടുള്ള, ഞങ്ങൾ ഒത്തിരി ബിൽഡേഴ്സിനെ ചെയ്യാറില്ല, നമ്മളൊരു 5 ബിൽഡേഴ്സുമായിട്ടാണ് കണക്ട്. അപ്പം നമുക്ക് കസ്റ്റമറിന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 5 ബിൽഡേഴ്സിനെയാണ് ഞങ്ങൾ ഇപ്പോൾ ആ സെഗ്മെൻറ്റ്. ഇപ്പം ബിജോയ് പറഞ്ഞ പോലെ അതിനകത്ത് ഭയങ്കര ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി. എനിക്ക് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ടീമിൽ നിന്ന് തന്നെ പലരും പറയാറുണ്ട്, ഇവിടെ വന്നിട്ട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഏത് കൺസൾട്ടൻറ്റിൻ്റെ ഇതിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനത്തെല്ലാം കൺസൾട്ടൻ്റ് ത്രൂ ഉള്ളൂ. ഇപ്പം ശോഭ ദുബായിലായിട്ട് എടുക്കുകയാണെങ്കിൽ കൺസൾട്ടൻ്റ് ത്രൂ മാത്രമേ എടുക്കാൻ പറ്റൂ. ദുബായിൽ UAE സൈഡിലെല്ലാം കൺസൾട്ടൻ്റ് ത്രൂ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതായത് വെളിയിലെ ഇത് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന പണിയാണ്. അതിലൊരു
ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ റോള് തന്നെയാണ് ഒരു പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റും പ്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എസ്പെഷ്യലി റെറയുടെയൊക്കെ ഫോർമേഷൻ ആയി കഴിഞ്ഞതോടെ എല്ലാ ബ്രോക്കേഴ്സും റെറ രജിസ്റ്റേർഡ് ആകണം. റെറ രജിസ്റ്റേർഡ് ഇൻ്റർമീഡിയറ്റ്സിന് മാത്രമേ പ്രോപ്പർട്ടി ഡീൽസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശോഭയുടെ ഇൻട്രാക്ഷൻസ് ആണെങ്കിൽ അങ്ങനെ രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സുമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻട്രാക്ഷൻസും ഉള്ളൂ. അത് നമുക്ക് കോർപ്പറേറ്റ് ആകട്ടെ ഇൻഡിവിജ്വൽ ആകട്ടെ. സോ ആ ഒരു ട്രാൻസാക്ഷൻ ഇൻഡസ്ട്രിയുടെ ഒരു മെച്യൂരിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം കസ്റ്റമർ ഇപ്പം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം ഒരു ചാനൽ പാർട്ണറിൻ്റെ ത്രൂ വരാനും ഇപ്പോൾ ശോഭയുടെ ആണെങ്കിലും ഭയങ്കര ചാനൽ പാർട്ണർ സപ്പോർട്ടാണല്ലോ നിങ്ങളുടെ ഒരു ഇതും. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പേയ്മെൻറ്റ് മേടിക്കുന്നില്ല. അതേപോലെ തന്നെ കസ്റ്റമറിനൊരു ബെസ്റ്റ് പ്രൈസിന് ആണ് ചാനൽ പാർട്ണറിൻ്റെ ത്രൂ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണക്ട് ചെയ്തോളൂ. അതൊക്കെ കസ്റ്റമറിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് ടോട്ടൽ ഇൻഡസ്ട്രി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇൻഡസ്ട്രിക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നെറ്റ്വർക്ക് ടോക്സ് പോലുള്ള ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നെറ്റ്വർക്ക് ടോക്സ്. ഇസ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. സോ നേരത്തെ വന്നിരുന്ന ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. ഇറ്റ്സ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്. കാരണം ഇൻഡസ്ട്രിയിലുള്ള ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും എല്ലാം ദ മാസസ് ഓൾസോ വുഡ് കം ടു നോ. പിന്നെ സ്പെസിഫിക്കലി അബൌട്ട് ശോഭ നമ്മൾ പറയുമ്പം നമ്മുടെ പ്രോജക്ട്സ് ആണെങ്കിലും ഇറ്റ്സ് അഗെയിൻ എല്ലാം സ്റ്റാൻഡേർഡ് പ്രോജക്ട്സ് ആണ് അക്രോസ് നമ്മുടെ കയ്യിലുള്ളത്. അറ്റ്ലാന്റിസ് മറീന ആകട്ടെ നമ്മുടെ അക്രോസ്. വി ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് വി ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ തൃശ്ശൂർ, പിന്നെ കോഴിക്കോട്, ഇൻഫാക്ട് കേരള. വി ഹവ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് അവർ ബോംബെ ഓപ്പറേഷൻസ്. ശോഭ ഇനീഷ്യോ എന്നാണ് എൻ്റെ പേര്. ലാസ്റ്റ് വീക്കാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടുന്ന് സെയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് we've also been involved in the sales of those. The team അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരാൾക്ക് ഇപ്പം ബോംബെയിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് ശോഭയുടെ പ്രോപ്പർട്ടി കണക്ട് ചെയ്യാം. അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. We'll be able to guide the customer from here for his investments into നമ്മുടെ ശോഭയുടെ അക്രോസ് കേരള, ഇന്ത്യയിലുള്ള ഏത് പ്രോജക്ട്സിലേക്കാണെങ്കിലും നമുക്ക് ശോഭയുടെ പ്രോജക്ട്സിലേക്കാണെങ്കിൽ നമുക്ക് ആ കസ്റ്റമേഴ്സിനുള്ള പ്രോപ്പർ ഗൈഡൻസും അഡ്വൈസസും നമുക്ക് ഇവിടുന്ന് ടീമിന് കൊടുക്കാം. ആ ടീം ഈസ് കേപ്പബിൾ ഓഫ് ദാറ്റ്. അപ്പോൾ ഒരു കസ്റ്റമർ സപ്പോസ് കൊച്ചിയിൽ എടുക്കണമെന്ന് തീരുമാനിച്ചാൽ വൈ ശോഭ നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇന്ത്യസ് കംപ്ലീറ്റ്ലി ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇതുള്ള ഡെവലപ്പർ. ആ ഒരു ആസ്പെക്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് വി ഡെലിവർ. നമ്മുടെ ഡെലിവറി ഈസ് അഗെയിൻ എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വാട്ട് വി ഗിവ് ടു ദ കസ്റ്റമേഴ്സ്. നമ്മൾ ഓൾറെഡി ഇപ്പം മറീന വണ്ണിനെ കുറിച്ച് പറയുക, നമ്മൾ ഓൾറെഡി 4 ടവേഴ്സ് ഹാൻഡ് ഓവർ ചെയ്ത കസ്റ്റമേഴ്സിന്. അത് ടവേഴ്സ് ആർ ഇൻ വേരിയസ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ. ഒരു ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ബിൽഡർ ഒരു കസ്റ്റമറിന് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ശോഭ. പിന്നെ ബിറ്റ്വീൻ ശോഭ വിഷൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് അവരുടെ ലൊക്കേഷൻ പ്രിഫറൻസ് പോലെ, അവരുടെ ലൈഫ് സ്റ്റൈൽ റിക്വയർമെൻറ്റ് പോലെ. ഇപ്പോൾ അറ്റ്ലാന്റിസിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാം ഒരു കണക്ടിവിറ്റി ബേസ്ഡ് പ്രോജക്റ്റ്. മെട്രോ സ്റ്റേഷൻ ഇസ് ജസ്റ്റ് 5 minutes വാക്കിംഗ് ഡിസ്റ്റൻസ്. വൈറ്റില ഹബ്ബ് തൊട്ടടുത്ത്. നമുക്കതുപോലെ സീംലെസ് മൂവ്മെൻറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ. പിന്നെ വേരിയസ് കോൺഫിഗറേഷൻസ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ്. 1850 സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ് മുതൽ ഒരു 3700 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വേരിയസ് കോൺഫിഗറേഷൻസിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ്. അതിൽ തന്നെ ഒരു എൽ ഷേപ്പ് ലിവിങ് വേണോ, ഒരു സ്ട്രേറ്റ് ലിവിങ് ഡൈനിങ് വേണോ, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കസ്റ്റമേഴ്സിനുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ചൂസ് ചെയ്യും. അപ്പം ഇത്രയും ഓപ്ഷൻസും ഇത്രയും ക്വാളിറ്റിയിലും ഒരു പ്രോഡക്റ്റ് കിട്ടുന്ന ഒരു സെഗ്മെൻറ്റ് ഓഫ് ഒരു ബിൽഡർ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതൊരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഒരു ലാർജർ കോൺഫിഗറേഷൻ ചെയ്യുന്ന പ്ലേയേഴ്സ് ക്വാളിറ്റി കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് ഫോർ ശോഭ ഒരു 1850 മുതൽ 3700 ഒരു വൈഡ് കോൺഫിഗറേഷൻ ഓഫ് ഓപ്ഷൻസ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. ലക്ഷറി സെഗ്മെൻറ്റ് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ പ്രോജക്ട്സും വരുന്ന ലക്ഷറി സെഗ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത്. കാരണം ആ ഒരു പെർസെപ്ഷൻ അബൌട്ട് ശോഭ ഇസ് അഗെയിൻ ക്വാളിറ്റി ആൻഡ് ലക്ഷറി. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യത്തില്ല. ഈ സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ്, നമ്മുടെ ഒരു വൈറ്റിലെ നമ്മുടെ അറ്റ്ലാന്റിസ് പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അറ്റ്ലാന്റിസ് പ്രോജക്റ്റിൻ്റെ ഒരു പ്രൈസൊക്കെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയായിരിക്കും? നമുക്ക് അറ്റ്ലാന്റിസ് പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2.3 CR മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഇറ്റ് ഗോസ് ഓൾ ദ വേ ഒരു 4 crores അടുത്ത് വരെ പോകുന്നുണ്ട്. ഇത് മെറീന വണ്ണിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേന് മെറീന വൺ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു 3.5 മുതൽ ഒരു 4.5 4.7 വരെ ആണ് അവിടുത്തെ ഒരു പ്രൈസ് നമുക്ക് വരുന്നത്. ആ രണ്ട് ബ്രാക്കറ്റിൽ അത്ര ഒരു 1 CR ഡിഫറൻസ് ഉണ്ട്. 1 CR ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് ദ ലൊക്കേഷൻ ചേഞ്ചസ് ഫ്രം മറീൻ ഡ്രൈവ് ടു വൈറ്റില. ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ആസ്പെക്ട്സിലുള്ള ബാക്കിയെല്ലാം ഇറ്റ് റിമെയിൻ ദ സെയിം. ഇറ്റ്സ് യൂണിഫോം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല നമ്മുടെ ഒരു ക്വാളിറ്റി ഓഡിറ്റും 1456 ചെക്ക് പോയിന്റ്സും എല്ലാം. കാരണം ഈച്ച് പ്രോജക്റ്റ് ഹെൽപ്സ് us to improve upon the next project. ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ലേണിംഗ്സ് ഇസ് ടേക്കൻ ടു ദ
next project so that we do a better job on the next project. അല്ല, അത് ഇപ്പം നമുക്ക് ഈ ശോഭയുടെ പ്രൊജക്ട്സ് പല കസ്റ്റമറും പറഞ്ഞിട്ടുള്ളതാണ്, ശോഭയുടെ പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ബിൽഡറിൻ്റെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ശോഭയുടെ ഒരു ഡിഫറൻസ് അവിടെ കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതൊരു ഭയങ്കരമായിട്ടുള്ള ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ അത് വിസിബിൾ ആണ്. അത് കൺസ്ട്രക്ഷൻ നമ്മുടെ മെയ്വാൻ ടെക്നോളജി നമ്മൾ ഏത് ബിൽഡറുമായിട്ട് കമ്പയർ ചെയ്താലും ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ ആ ഡിഫറൻസ് ഇൻ ദ ക്വാളിറ്റീസ് അപ്പയറൻറ്റ് വളരെ വിസിബിൾ ആണത്. അല്ല, ഇപ്പം സെയിൽസ് പേഴ്സൺ ഇപ്പം നമ്മൾ പല ഇതിലാണെങ്കിലും സെയിൽസ് പേഴ്സൺ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ശോഭയിലെ കമ്പാരിറ്റീവ്ലി സെയിൽസ് ഈസ് ഈസി. സെയിൽസ് ഈസ് ഈസി എന്ന് പറയാൻ നമുക്കത്, കാരണം ദ പ്രോസസ് ദാറ്റ് വി ഫോളോഡ് ഓവർ ദി ഇയേഴ്സ് ഇസ് മേഡ് ഇറ്റ് ഈസി. അതെന്താ നമുക്ക് പറയാം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈച്ച് പ്രോജക്റ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് അപ്പോൺ ദ നെക്സ്റ്റ് പ്രോജക്റ്റ്. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ കസ്റ്റമറും ഒരു ചലഞ്ചാണ് നമുക്ക്. കാരണം സിൻസ് വി ഓപ്പറേറ്റ് ഓൺ ദ ഹയർ എൻഡ് ഓഫ് ദ പ്രൈസിംഗ് ബ്രാക്കറ്റ്, ഇറ്റ് ഈസ് ടഫ് ടു ഐഡൻറ്റിഫൈ എ പ്രോസ്പെക്റ്റ്. അത് നമ്മുടെ ഡിജിറ്റൽ ക്യാമ്പയിൻസും അങ്ങനെയുള്ള പല മോഡൽസ് ഉണ്ടെങ്കിലും ഒരു കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ, കസ്റ്റമർ നീഡ് റിക്വയർമെൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊക്കെ ഐ മീൻ ദർ ഇസ് ലോട്ട് ബിഹൈൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അല്ല, ബിജോയുടെ ടീമിലിപ്പം കുറേ വർഷങ്ങളായിട്ട് പല കമ്പനിയിൽ പല വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ടീമിലൊന്ന് പിന്നെ വേറെ കമ്പനിയിലേക്ക് പോയവരുണ്ട്, പല കമ്പനിയിൽ നിന്ന് ടീമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയായിരിക്കും അവർ പറഞ്ഞത്? കമ്പാരിറ്റീവ്ലി ഈസി ആണോ അതോ ബുദ്ധിമുട്ടാണോ? ഈ ഒരു സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ ഈ ഒരു ശോഭ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ജോലി ചെയ്യുന്നവർക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ്. കാരണം ഇൻ ടേംസ് ഓഫ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ദ പ്രോസസ് ദാറ്റ് വി ഫോളോ ഇൻ അവർ സെയിൽസ്, നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ കൂടെയുള്ള ഫസ്റ്റ് ടൂർ വെറിൻ വി ഡീറ്റെയിൽ ടു എ കസ്റ്റമർ നമ്മുടെ ഓരോ മെത്തേഡ്സ്, ഓരോ ആസ്പെക്ട്സ് ഓഫ് കൺസ്ട്രക്ഷൻ, പിന്നെ നമ്മുടെ ഒരു യൂണിറ്റ് സെലക്ഷൻ കാര്യങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈച്ച് പേഴ്സൺ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് പോലെ എടുക്കുന്നു. അറ്റ് സെയിം ടൈം ഇത്രയും ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രോസസ്സ് വേറെ ഒരിടത്തുമില്ല. കറക്റ്റാണ്. അത് എനിക്ക് അനുഭവമുള്ളതാണ്. പണ്ട് ഞാൻ പല കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുത്ത് കഴിയുമ്പം അതിനകത്ത് ശോഭയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ നമുക്ക് അന്നേരം മനസ്സിലാവും, ഓക്കെ ആൾ കുഴപ്പമില്ല, മെത്തേഡ് അറിയാം, ഇനി നമ്മളായിട്ട് ഇനി കൂടുതൽ പഠിപ്പിച്ച് കുളവാക്കണ്ട, ഈ സംഭവങ്ങൾ അറിയാമെന്ന് നിൽക്കാറുള്ളൊരു. അതെ അതെ, തീർച്ചയായിട്ടും. ബിഹൈൻഡ് ദാറ്റ് ഗോസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇനി അടുത്തത് നമ്മളിപ്പം വളരെ നമ്മൾ പ്രൊഫഷണൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ബിജോയ് എങ്ങനെയാണ് സിനിമ കാണുന്ന വ്യക്തിയാണോ? സിനിമയ്ക്ക് ഇടയ്ക്ക് കാണാറുണ്ട്, സിനിമയിൽ കാണാറുണ്ട്, വിത്ത് ഫാമിലി കാണാറുണ്ട്. അതെ. അപ്പോൾ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് ഇപ്പം ലോക്കയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളൊന്നും കാണാൻ പറ്റിയില്ല. എങ്ങനെ അത് എന്നാണ് ഈ നമ്മുടെ ഈ വർക്കിൽ ബിസി ആയതുകൊണ്ടാണോ അതോ സിനിമയോട് അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ? എന്താ സിനിമ വർക്കിൻ്റെ ബിസിനെ അതിനേക്കാളും കൂടുതൽ പിന്നെ ഒരു ഫാമിലിയായിട്ട് നമ്മൾ പോകുന്നു, പുറത്ത് പോകുന്നു, അതിൻ്റെ ഒരു ടൈമിങ്, പിന്നെ പിള്ളേരുടെ ക്ലാസ്സസും എഡ്യൂക്കേഷൻസും നമ്മളും ആ സമയത്ത് ഉണ്ടാകണം, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു ലെഷർ ആക്ടിവിറ്റീസ് ഞാൻ സമയം കണ്ടെത്താറുണ്ട് പറ്റുന്ന പോലെ. 23 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എനിക്ക് തോന്നുന്നു 7 വർഷം റിയൽ എസ്റ്റേറ്റ് അനുഭവങ്ങൾ. അപ്പം നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഏതാണ്. ചിലപ്പം നമുക്ക് നല്ല സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, അത് പിന്നീട് ഓർത്ത് നമ്മൾ മോട്ടിവേറ്റ് ആകുന്നുണ്ട്. ചില അനുഭവങ്ങളുണ്ട് നമ്മൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബിജോയുടെ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ കാണുമായിരിക്കും, എടുത്തു പറയാൻ പറ്റുന്ന പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ പറ്റുന്നൊരു സംഭവം ഏതാ? അതിലെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരു ക്വിക്കസ്റ്റ് ഇതൊരു ജനറലി അപ്പാർട്ട്മെൻറ്റ് ബൈയിങ് ഡിസിഷൻ എപ്പോഴും ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 weeks 3 weeks വരെ സമയം ആൾക്കാർ എടുക്കാറുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരു വിതിൻ 1 day ഒരു കസ്റ്റമർ ഡിസിഷൻ എടുത്തതാണ്. അദ്ദേഹം ആയിട്ട് സംസാരിച്ചു, ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തു. ദെൻ ഇറ്റ് വാസ് ഓൺലി ക്വസ്റ്റ്യൻ ഓഫ് ഒരു രാവിലെ വന്ന് സംസാരിച്ചു, വൈകുന്നേരം ആയപ്പോൾ ദ സെയിൽ ഇസ് ക്ലോസ്ഡ്. ആൻഡ് ആൻ അപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഈസ് കോസ്റ്റിംഗ് അറൗണ്ട് ഒരു 2 കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന അപ്പാർട്ട്മെൻറ്റാണ്. വിത്തിൻ ഒരു ഫ്യൂ അവേഴ്സ് ഓഫ് ഡിസ്കഷനിൽ തന്നെ ആ സെയിൽസ് ക്ലോസിംഗ് നടന്നത്. അതൊരു പക്ഷേ എനിക്ക് അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബ്രാൻഡ് ശോഭ. അതേപോലെ തന്നെ ഇപ്പം പല കാറ്റഗറി കസ്റ്റമർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അറിയാൻ വേണ്ടി, കാരണം എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ. നമ്മൾ പലയിടത്തും വർക്ക് ചെയ്യുമ്പോഴത്തേനും അനുഭവമുണ്ടോ, കാരണം കസ്റ്റമറിൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ പലരുടെയും പല ഇതായിരിക്കും. നമ്മളത് ഇടപെടുന്ന പോലെ ആയിരിക്കും നമ്മളോട് തിരിച്ച് കിട്ടുന്നത്. എങ്കിലും അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിന് വിഷമം ഉണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവം ഈ ഒരു ഫീൽഡിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഈച്ച് എക്സ്പീരിയൻസ് ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഫാക്ട്
ദാറ്റ് ഈസ് ഹൗ വി ആർ ട്രെയിൻഡ് ഓൾസോ. ദാറ്റ്സ് ഹൗ വി ടെൽ അവർ അല്ല, പീപ്പിൾ. ഈ ലേണിംഗ് എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയ അനുഭവം അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഏതൊരു ഇൻട്രാക്ഷൻ പോയിന്റ് ഓഫ് ടൈമിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളിത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പറയത്തക്ക അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നും ഇല്ല ഇതിൽ. അല്ല, പിന്നെ ഈ ക്യുക്കായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ടോക്സിൻ്റെ ഒരു ഇതാണ്, ഒരു ഇപ്പം നമ്മൾ ഏത് ഫീൽഡിനെ കുറിച്ചാണെങ്കിലും നമ്മൾ ആ ഫീൽഡിനെ കുറിച്ച്, അതായത് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കേരള റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്നുകൂടെ ഷോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എറണാകുളം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരൊറ്റ സെൻറ്റൻസിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ ഒരു സെൻറ്റൻസിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രി ഈസ് മെച്യൂറിങ്. ആ മെച്യൂറിങ്ങിനനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റൈറ്റ് ഫ്രം കൺസ്ട്രക്ഷൻ സ്റ്റേജ് മാത്രമല്ല, സെയിൽസ് സ്റ്റാഫ് മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റേതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് മച്യൂർഡ് അലോട്ട്. പിന്നെ ഒരു വളരെ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലെയർ സെഗ്മെൻറ്റായി മാറി റിയൽ എസ്റ്റേറ്റ്, എസ്പെഷ്യലി എറണാകുളം ആൻഡ് നമ്മുടെ മേജർ മെട്രോസ് എല്ലാം. ഒരു ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലക്ഷറിക്ക് വളരെയധികം പ്രിഫറൻസുകളുണ്ട് ആൾക്കാർക്ക്. അപ്പം താങ്ക് യു ബിജോയ്, ഇത്രയും ഒരു സമയം നമ്മളുമായിട്ടൊരു ഡിസ്കഷൻ നെറ്റ്വർക്ക് ടോക്സിന് വേണ്ടി സമയം കണ്ടെത്തി. അപ്പോൾ എനിക്കറിയാം തിരക്ക് പിടിച്ച സമയങ്ങൾക്ക് ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 2-2.5 മണിക്കൂർ എടുത്തും തോന്നി. ഇപ്പം അത്രയും സമയം കണ്ടെത്തി നെറ്റ്വർക്ക് ടോക്സുമായിട്ട് സംസാരിച്ച്, അതായത് ഇനി വളർന്നു വരുന്ന, അതായത് കരിയറിലൊക്കെ വളർന്നു വരുന്നവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതും പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചതിനും താങ്ക് യു. Thank you, Shindo. It has been an experience for me also. Thank you for sparing your time too. Thank you very much. Thank you.